ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണല്ലോ പ്രധാനമായും സംസാരിച്ചത്. ഇപ്പോൾ സർവ്വതലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നാനാ മതങ്ങളെയും ക്യാമ്പയിനിൽ അണിനിരത്തുകയാണ്. ഇന്ന് 2 യോഗം നടക്കുകയുണ്ടായി. കാലത്ത് മത സാമുദായിക നേതാക്കളുടെ യോഗം, വൈകുന്നേരം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ യോഗം. എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 2 യോഗങ്ങളും ഓൺലൈനായിട്ടാണ് ചേർന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ലഹരി ഉപഭോഗവും വ്യാപനവും തടയുക വളരെ പ്രധാനമാണ്. അതിനോടൊപ്പം കുട്ടികളിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത, അത് ശാസ്ത്രീയമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ യോഗത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് തോന്നുന്നത്, തിങ്ക് ടാങ്ക് രൂപീകരിച്ച കാര്യം. രാഷ്ട്രീയ പാർട്ടികൾക്കും മത സാമുദായിക സംഘടനകൾക്കും പണ്ഡിതർക്കും ഈ രംഗത്ത് മികച്ച ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഇന്ന് യോഗം ചേർന്നപ്പോൾ ഒരു സ്ഥാപന ഉടമ മത സാമുദായിക നേതാക്കളുടെ യോഗത്തിലായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ കൗൺസിലർമാരുമുണ്ട്. അപ്പോൾ ഞങ്ങളെ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ വരുന്നുണ്ട് എന്നർത്ഥം. പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് അനുഭാവപൂർവമായ സമീപനവും ലഹരി വിരുദ്ധ കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് എല്ലാ മത സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും. ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ, മത സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാം. അപ്പോൾ അത്തരം അവസരങ്ങളാകെ ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ, അവസരങ്ങൾ, അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നാവും. ഇത് മത സാമുദായിക നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർ ഇപ്പം തന്നെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അവർ എടുത്തു പറയുകയുണ്ടായി. ഇന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യുവജന, മഹിള, വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്
ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, സൺഡേ ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ, ഇതര ധാർമ്മിക വിദ്യാഭ്യാസ ക്ലാസ്സുകൾ, ഇവയിലെല്ലാം ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം, ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനത്തിന് ഇടമില്ല. ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ഇതിൽ പങ്കാളികളാവുകയാണ് വേണ്ടത്. സർക്കാർ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപരേഖയിൽ മതസാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, പക്ഷേ വിശദമായ അഭിപ്രായങ്ങൾ ഒരാഴ്ചക്കകം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല. ഇത്തരമൊരു പൊതുബോധത്തോടെയുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്നാണ് ഇരു യോഗങ്ങളും ഏകണ്ഠമായി തീരുമാനിച്ചത്. ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഒരുക്കം നടത്തണം. നേരത്തെ നമ്മൾ കണ്ടതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോവുക. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഊന്നിയാണ് പ്രധാനമായും ക്യാമ്പയിൻ നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തന്നെ തുടരുകയാണ്. ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 15,327 വ്യക്തികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 927 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 994 പേരെ അറസ്റ്റ് ചെയ്തു. 248.93 ഗ്രാം MDMA-യും 77.127 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 288 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ വിപുലമായി നടക്കുന്ന നിലയാണുള്ളത്. അതിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ വായനയാണ് ലഹരി എന്ന പരിപാടി കൊല്ലം ബീച്ചിൽ വെച്ച് ജില്ലാ ബോക്സിംഗ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് പൊതുയോഗം, കോട്ടയം ജില്ലയിൽ രാമപുരത്ത് നടന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സംഘം, എറണാകുളം ജില്ലയിൽ
തോപ്പുംപടിയിൽ DYFIയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പയിൻ, തൃശ്ശൂർ ജില്ലയിൽ ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ച കുട്ടികളുടെ സ്നേഹച്ചങ്ങല, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച്, ഇങ്ങനെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു പറയത്തക്കതാണ്. മാതൃകാപരമായ ബോധവൽക്കരണ പരിപാടികളാണ് സംസ്ഥാനത്താകെ നടന്നു വരുന്നത്. ലഹരി വിപത്തിന് മുന്നിൽ കീഴടങ്ങില്ല, ഇത്തരമൊരു നിശ്ചയദാർഢ്യത്തോടെ കേരള ജനത ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഈ പോരാട്ടം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു ആവശ്യം ഉയർന്നു വരികയുണ്ടായി. കഴിഞ്ഞ തവണ നമ്മൾ ചില നമ്പറുകളിൽ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ യോഗങ്ങളിൽ ആ ഒരു നമ്പർ നൽകണം, അതവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ നമ്പർ നമുക്കൊന്നുകൂടി കൊടുക്കേണ്ടതായിട്ട് വരും. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുമില്ലാത്ത നാടായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിന് നമ്മൾ മുന്തിയ പ്രാധാന്യമാണ് നൽകുന്നത്. ആ ലക്ഷ്യം നേടാനായി വലിയ തോതിലുള്ള ഇടപെടൽ തുടർച്ചയായി നടത്തുകയാണ്. നിർണായകമായ ഒരു ചുവടുവെപ്പ് അതിൽ നടത്താനാവുകയാണ് നമുക്ക്. നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി മണ്ഡലങ്ങളും മറ്റ് പ്രദേശങ്ങളും അതിദാരിദ്ര്യമുക്തമാക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തണമെന്ന് പൊതുവേ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനാണ് ഇതിടയാക്കുക. ഈ പദ്ധതി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2023 നവംബർ 1 പൂർത്തിയായി. ആകെ കണ്ടെത്തിയതിൽ 47.89% 30,658 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുക്തരാക്കാൻ കഴിഞ്ഞു. അതിൽ ക്ലേശഘടകങ്ങളായി കണ്ട കാര്യങ്ങളുണ്ട്. ഈ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, ആരോഗ്യപരിരക്ഷ, ഇവക്കൊക്കെയാണ് ആദ്യ വർഷം ഊന്നൽ കൊടുത്തത്. അവകാശം അതിവേഗം യജ്ഞത്തിൻ്റെ ഭാഗമായി 21,263 അവകാശ രേഖകളും അടിയന്തര സേവനങ്ങളും നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. ഭക്ഷണം, ആരോഗ്യം എന്നിവ നേടാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വഴി തടസ്സമില്ലാതെ ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. അവശേഷിക്കുന്ന കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള സജീവ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. 2025 ഏപ്രിൽ 15 കണക്ക് പ്രകാരം
ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ 50,401 കുടുംബങ്ങളെ, അതായത് 78.74% ഇതുവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിദാരിദ്ര്യമുക്തരാക്കാനുള്ള കുടുംബങ്ങളിൽ ഏറിയ പങ്കും സ്ഥിര വരുമാനം ആവശ്യമുള്ളവരും സുരക്ഷിതമായ വാസസ്ഥലം, അതായത് വസ്തുവും വീട് മാത്രം, അതേപോലെ നിലവിലുള്ള വീടുകളുടെ പുനരുദ്ധാരണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളവരാണ്. വരുമാനം നേടാൻ പ്രയാസമുള്ള 5350 കുടുംബങ്ങളിൽ ജീവനോപാധി ആരംഭിക്കുവാൻ ശേഷിയുള്ള 4359 കുടുംബങ്ങൾക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേരിട്ടും മറ്റ് വകുപ്പുകൾ മുഖേനയും വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് സഹായം നൽകിയിട്ടുണ്ട്. 13 കുടുംബങ്ങൾക്ക് കൂടി വരുമാന മാർഗം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. വീട് മാത്രം ആവശ്യമുള്ള 3143 കുടുംബങ്ങൾക്ക് ഇതുവരെ വീട് നിർമ്മാണത്തിനുള്ള ആനുകൂല്യം നൽകി. അവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വസ്തുവും വീടും ആവശ്യമുള്ള 699 കുടുംബങ്ങളുടെയും വീട് നിർമ്മാണം പൂർത്തിയായി. ഭവന പുനരുദ്ധാരണം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യം നൽകുകയും 4049 വീടുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയും ചെയ്തു. വീട് മാത്രമോ വസ്തുവും വീടുമോ ലഭിക്കുവാൻ അർഹതയുള്ള കുടുംബങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ച 606 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ 2ാം ഘട്ടം എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. തദ്ദേശ സ്ഥാപന പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന റവന്യൂ ഭൂമിയും മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമിയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമിയും വീടും ആവശ്യമുള്ളവർക്ക് അനുവദിച്ച് നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. വലിയ പാർസലുകളായി കിടക്കുന്ന ഭൂമികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിദരിദ്രർക്ക് നൽകുക, വ്യക്തിഗത ഗുണഭോക്താക്കൾ നേരിട്ട് ഭൂമി വാങ്ങുക, ഈ സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം വഴി മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ മുഖേന ഇതുവരെ 8.89 ഏക്കർ ഭൂമിയും റവന്യൂ വകുപ്പ് മുഖേന 5.5 ഏക്കർ റവന്യൂ ഭൂമിയും കണ്ടെത്തിയിട്ടുണ്ട്. 2025 നവംബർ 1 മുൻപ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദാരിദ്ര്യമില്ലാത്ത നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ താണ്ടുന്ന സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഭരണതലത്തിൽ അഴിമതി അവസാനിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ സുവ്യക്തമായ നയമാണ്. അഴിമതിക്കെതിരെ അതിശക്തമായ മുന്നേറ്റം നടത്താനും അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിനെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിനും ലോകരാജ്യങ്ങളെ ആകെ ആകർഷിക്കും വിധം നിക്ഷേപ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും
അഴിമതി തുടച്ചു നീക്കുക തന്നെ വേണം. അതിനായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ നിർണായക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പും വികസന പ്രവർത്തനങ്ങളും ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളും സുതാര്യമായും കാര്യക്ഷമതയോടെയും ജനങ്ങളിലെത്തിക്കലാണ് പ്രധാനം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാധ്യതയുള്ള അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്നൊരു നയം തന്നെ ഇതിനായി നടപ്പാക്കുകയാണ്. പൊതുജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തി അവരുടെ ക്ഷേമത്തിനും ദുരിത നിവാരണത്തിനുമായി പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ കൊടുക്കാൻ VACB ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എല്ലാ ഓഫീസുകളിലും വിവരദാതാക്കളുടെ ശൃംഖല വികസിപ്പിച്ചെടുക്കുകയും അഴിമതിക്കാരെ നിരീക്ഷിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുന്നതിനെതിരെ പരാതി നൽകാൻ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഫലമായി 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി അഴിമതിക്കാരായ 36 പേരെ അറസ്റ്റ് ചെയ്തു. 25 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജനുവരിയിൽ 8, ഫെബ്രുവരി 9, മാർച്ച് 8. നമ്മുടെ വിജിലൻസിൻ്റെ ചരിത്രത്തിൽ 3 മാസത്തിനുള്ളിൽ ഇത്രയധികം ട്രാപ്പ് കേസുകളും അറസ്റ്റും നടക്കുന്നത് ആദ്യമായാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ മാത്രം 8 കേസുകളിലായി 14 പേരെ വിജിലൻസ് കയ്യോടെ പിടികൂടി. ജനുവരിയിൽ 8 കേസുകളിലായി 9 പേരെ, ഫെബ്രുവരിയിൽ 9 കേസുകളിലായി 13 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 14 റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണം, പോലീസ് വകുപ്പുകളിൽ നിന്നും 4 വീതം ഉദ്യോഗസ്ഥർ, വനം വകുപ്പിൽ നിന്ന് 2 പേർ, വാട്ടർ അതോറിറ്റി, മോട്ടോർ വാഹനം രജിസ്ട്രേഷൻ ഈ വകുപ്പുകളിൽ നിന്നും ഓരോരുത്തർ വീതം, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഇവരെല്ലാമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കൂടാതെ 4 ഏജൻറ്റുമാരെയും സർക്കാർ ഉദ്യോഗസ്ഥന് നൽകാനെന്ന വ്യാജേന കൈക്കൂലി വാങ്ങിയ 4 പേരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഡിജിറ്റൽ പണമിടപാടായി കൈക്കൂലി സ്വീകരിച്ചതും മദ്യം പാരിതോഷികമായി കൈപ്പറ്റിയതും ഇതിൽപ്പെടും. വിജിലൻസ് നടപടികളുടെയും ശുപാർശകളുടെയും ഫലമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് രാത്രികാലങ്ങളിൽ നിർത്തലാക്കി. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകളെ തുടർന്ന് മോട്ടോർ വാഹനം, മൈനിങ് ആൻഡ് ജിയോളജി, GST എന്നീ 3 വകുപ്പുകളിൽ നിന്ന് അധിക പിഴ, റോയൽറ്റി, പെനാൽറ്റി, നികുതി ഇങ്ങനെ സർക്കാരിന്
500 കോടി രൂപയുടെ അധിക വാർഷിക വരുമാനം ഉണ്ടായതായി കണക്കാക്കുകയാണ്. വിജിലൻസ് പ്രവർത്തനങ്ങളിൽ കാലികമായ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുണ്ട്. അഴിമതി കേസുകൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നതിനും അഴിമതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജൻറ്റുമാരെ പിടികൂടുന്നതിനും ഇതിലൂടെ കഴിഞ്ഞു. അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ MVD ചെക്ക് പോസ്റ്റ് നടത്തിയ മിന്നൽ പരിശോധനയിൽ അഴിമതിയുടെ ശൃംഖല തന്നെ തകർക്കാൻ കഴിഞ്ഞു. അത് RTOയുടെ അറസ്റ്റിലെത്തിച്ചേരുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇത്തരത്തിൽ പിടികൂടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് നടപടിയെടുക്കുകയാണ്. RPF, സെൻട്രൽ GST, കസ്റ്റംസ്, CISF തുടങ്ങിയ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം കണ്ടുകിട്ടുന്നു. മാത്രമല്ല, വിദേശ ഫണ്ട് വകമാറ്റം, നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം പല സാമ്പത്തിക ഇടപാടുകളിലൂടെ മാറ്റുന്നത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അഴിമതിക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര നിയമനിർവഹണ ഏജൻസികളുമായി ആവശ്യമായ ഏകോപനം നടത്തുന്നു. വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണ രീതികളെക്കുറിച്ച് പരിശീലനം നൽകിയിട്ടുണ്ട്. സങ്കീർണമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, ബാങ്ക് തട്ടിപ്പുകൾ, പൊതുപണം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ചോർത്തൽ തുടങ്ങിയവയിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവ് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. പഴയ കേസുകൾ തീർപ്പാക്കുക, അന്വേഷണം വേഗത്തിലാക്കുക, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക, വിചാരണ നടപടികൾ കാര്യക്ഷമമാക്കുക എന്നിവ പ്രധാനമായാണ് കാണുന്നത്. ഇതിന് കോടതികളുമായും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുമായും അവലോകന യോഗങ്ങളിലൂടെ ശ്രമങ്ങൾ നടത്തുകയാണ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ കൈക്കൂലിക്കാരായ 700ഓളം ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അഴിമതിക്കാരായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും വിജിലൻസ് നിരീക്ഷണത്തിലുണ്ട്. അഴിമതി സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. നിരന്തരം അഴിമതിയും സ്വജനപക്ഷപാതവും ക്രമക്കേടുകളും നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ട്. പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ വിജിലൻസ് പിടിയിലായിട്ടുമുണ്ട്. അഴിമതി നടന്നതിന് ശേഷം അന്വേഷിക്കുക എന്നതിലല്ല കാര്യം. അതിനവസരം നൽകാതെ ആരംഭത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നതിലാണ്. ആ ലക്ഷ്യത്തോടെ വിവിധ വിഭാഗങ്ങളിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. അഴിമതി നിരോധന നിയമങ്ങളെ പറ്റിയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ആഭ്യന്തര വിജിലൻസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ വിജിലൻസ് കോടതികളിൽ
കേസുകൾ അനന്തമായി നീളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരം കേസുകളുടെ വിചാരണ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുന്നതിനും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനും കർശന നിർദ്ദേശം വിജിലൻസിൻ്റെ നിയമവിഭാഗത്തിനും പ്രത്യേകിച്ച് പ്രോസിക്യൂട്ടർമാർക്കും നൽകി. 2024 ജനുവരി മുതൽ 2025 മാർച്ച് 31 വരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ 30 കേസുകൾ തീർപ്പാക്കിയിരുന്നു. ഇതിൽ കുറ്റകൃത്യം തെളിഞ്ഞ 28 പേർക്ക് ഉചിതമായ ശിക്ഷയും ലഭ്യമാക്കി. കോട്ടയം വിജിലൻസ് കോടതിയിൽ 12 കേസുകൾ തീർപ്പാക്കിയതിൽ 7 പേർക്കെതിരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ തീർപ്പായ 21 കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 4 പേർക്കെതിരെയും തൃശ്ശൂർ വിജിലൻസ് കോടതി തീർപ്പാക്കിയ 6 കേസുകളിൽ 53 പേരെയും കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ തീർപ്പായ 13 കേസുകളിൽ 7 പേർക്കെതിരെയും തലശ്ശേരി വിജിലൻസ് കോടതി തീർപ്പാക്കിയ 19 കേസുകളിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 8 പേർക്കെതിരെയും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതും വിജിലൻസിൻ്റെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡാണ്. പി ഗവേണൻസ്, ഇ ടെൻഡറിങ്, സോഷ്യൽ ഓഡിറ്റ്, നിയമാവബോധം, കർശന വിജിലൻസ് സംവിധാനം എന്നിവയുടെ ഫലപ്രദമായ വിനിയോഗങ്ങളിലൂടെ അഴിമതി നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. അഴിമതി എന്ന വിപത്ത് തുടച്ചു നീക്കാനുള്ള യജ്ഞം, ആ യജ്ഞത്തിൽ മുഴുവൻ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് വേണ്ടത്. അതിനായി അഭ്യർത്ഥിക്കുന്നു. ഇത്തരം വിവരങ്ങൾ കൈമാറുന്നതിന് ഒരു വിഷമവും ഉണ്ടാകരുത്. കൃത്യമായി വിവരങ്ങൾ കൈമാറിയാൽ അഴിമതിക്കെതിരെയുള്ള നടപടികൾ നല്ല രീതിയിൽ ത്വരിതപ്പെടുത്താൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ നമ്പർ ഒന്നുകൂടി പറയുകയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിഷയങ്ങളും നൽകുന്നതിനായി ടോൾ ഫ്രീ നമ്പറാണ് നാഷണൽ നാർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ. അത് 1933 നമ്പർ, അതാണ് നാഷണൽ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ നമ്പർ. ADGP ലോ ആൻഡ് ഓർഡറുടെ ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന ആൻറ്റി നാർക്കോട്ടിക് സെൽ വിഭാഗത്തിൻ്റെ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. ഈ 2 നമ്പറുകൾക്ക് പുറമെ കേരള പോലീസ് ആരംഭിച്ച യോദ്ധാവ് എന്ന പദ്ധതിയിൽ ഒരു വാട്സപ്പ് നമ്പർ, അത് 24 മണിക്കൂറും ലഭ്യമാണ്. 99 95 96 66 66. ഇത്രയും നമ്പറുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. മുനമ്പത്തുകാർക്ക് ഉള്ള ആവശ്യം, അവിടെ അവർ കുറച്ച് കാലമായിട്ട് അവിടെ താമസിക്കുകയാണ്. ആ താമസിക്കുന്നവർക്ക് നമ്മുടെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന വിഷയം അത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അത് ഒഴിവാക്കി കിട്ടണമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ കാര്യത്തിൽ ദീർഘകാലമായി താമസിക്കുന്നവർ എന്ന നിലക്ക് അവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാനാകും, അതിനാണ് സംസ്ഥാന സർക്കാർ പ്രാമുഖ്യം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി
അതെങ്ങനെ സാധിക്കും, എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് CNR കമ്മീഷനെ നിയോഗിച്ചത്. അതിൽ ചില തർക്കങ്ങളുണ്ടായി. പക്ഷേ ഹൈക്കോടതി അത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെ അവസാനം അനുമതി നൽകി. ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് സമരം നടത്തുന്ന ആളുകളോടൊരു അഭ്യർത്ഥന പൊതുവിൽ നടത്തിയിരുന്നു. അത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ച് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നവരെ കാക്കുക എന്നൊരു അഭ്യർത്ഥന നടത്തിയെങ്കിലും അതവർ സ്വീകരിച്ചില്ല. അപ്പോൾ അവർക്കെന്തോ മറ്റ് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ ചിലർ പോയി പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. നമ്മുടെ ഇതിൽ കാണേണ്ട കാര്യം, ഇത് വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും. ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊരു നടപടിയിലാണ് ചിലർ വലിയ താല്പര്യം കാണിച്ചത്. യഥാർത്ഥത്തിൽ അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് BJP തന്നെയാണ്. സംഘപരിവാറിൻ്റെ അജണ്ട എന്ന നിലക്കാണ് ആ കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ വഖഫ് നിയമഭേദഗതി ബിൽ മുനിയം വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ചിലരൊക്കെ അഴിച്ചുവിട്ടു. അപ്പോൾ അത് പൂർണ്ണ തട്ടിപ്പാണ് എന്താണ് ഇപ്പോൾ വ്യക്തമായത്. പുതിയ നിയമം ഭരണഘടനയുടെ 26-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ കൂടുതലായിട്ട് അതിലേക്കിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യത്തുള്ള മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും ഒക്കെ ലംഘനം അതിൽ കാണാൻ സാധിക്കും. ഒരു തരത്തിലുള്ള മുസ്ലിം അപരവൽക്കരണത്തിനുള്ള, അതുവഴി രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരങ്ങളായിട്ടാണ് ഈ ബില്ലിനെ സംഘപരിവാർ കണ്ടത്. കഴിഞ്ഞയാഴ്ച ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ മുസ്ലിമിനെതിരെയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് മുസ്ലിമിനെതിരെ മാത്രമല്ല നിൽക്കുക. അതാണ് ഓർഗനൈസറുടെ ലേഖനം പിന്നീട് വ്യക്തമാക്കിയത്. അവർ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്വത്തുക്കൾ വളരെ കൂടുതലാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ സ്വത്ത് അവർക്കാണുള്ളത് എന്ന ഒരു പരാമർശം തന്നെ നടത്തുകയുണ്ടായി. ഇതിൽ ഒരു കാര്യം മറന്നു പോകരുത്. നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന നിലപാടുണ്ട് സംഘപരിവാറിന്, RSSന്. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അവർ കാണുന്നത്. രണ്ടുപേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമും ക്രിസ്ത്യാനിയും. അതിലവർക്ക് വേർതിരിവുണ്ടായിട്ടില്ല. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിലാണ് ഈ രണ്ട് കൂട്ടരെയും പെടുത്തിയത്. അതിൻ്റെ ഭാഗമായുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബില്ലിൽ അവരുടെ ആ സമീപനം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയമാണ് അതിൻ്റെ ഉള്ളടക്കമായി വന്നത്. അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായതും ഭൂരിപക്ഷ വർഗീയതയെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ ഒരു നടപടിയിലേക്കാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ് കടന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരള നിയമസഭ അതിനെതിരെ ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തിയുക്തം ഇതിനെതിരെ ഇടതുപക്ഷം എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി, അതിനുശേഷം മുനമ്പത്തെ വിഷയത്തിനുള്ളൊരു ഒറ്റമൂലിയാണ് ഇത് എന്ന ഒരു ആഖ്യാനം സംഘപരിവാർ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായി എന്താണ് വസ്തുത. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി നിയമം വന്നതുകൊണ്ട് മുനമ്പത്ത് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക്
പരിഹാരമാവുന്നില്ല. നിയമഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതേവരെ അവരാരും അത് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് അദ്ദേഹത്തെ മുനമ്പത്ത് എത്തിച്ചുകൊണ്ടാണ് BJP രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും സത്യം അങ്ങോട്ട് വീണുപോയി. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നത്. അത് യഥാർത്ഥ വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയം പൊളിഞ്ഞുപോയി. അതോടെ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പൻ ജനതയ്ക്ക് നീതി ലഭിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ BJP കൊട്ടിഘോഷിച്ച വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി. പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം. ഇതാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം. അപ്പോൾ അവിടുത്തെ സമരസമിതി കൺവീനറുടെ പ്രതികരണം നമ്മളെല്ലാം കേട്ടല്ലോ. അത് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായി പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് BJP ശ്രമിച്ചത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ്. അതിൻ്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിലാർക്കും സംശയം വേണ്ടതില്ല. ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് പക്ഷേ നിയമപരമായ പരിരക്ഷ വേണം. എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരുതരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് BJP നടത്തിയത്. ഇവിടെ ദൗർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായത്. ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അതുകൂടി പറഞ്ഞു കളയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് UDFൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത്. അവർ തമ്മിൽ ആരാണ് മുൻപിൽ തന്നെ ഉള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിൻ്റേതാണ്. ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത്. അത് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ വിചിത്രമായ നിലപാട്. അത് വഖഫ് വിഷയം കാപട്യപൂർണമായി അവർ ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ്. സർ സെയ്ദ് കോളേജ് മാനേജ്മെൻറ്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരൊരാളുമായ മെഹമ്മൂദ് അള്ളാങ്കുളം അടക്കമുള്ള നേതാക്കളാണ് ആ മാനേജ്മെൻറ്റിലുള്ളത്. വടക്കേ മലബാർ മേഖലയിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1967 ഈ കോളേജ് ആരംഭിക്കുന്നത്. കോളേജ് തുടങ്ങാൻ ഭൂമിയില്ലായിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ഖാലിദിനെ അറിയാലോ. അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസായി പിരിഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ജസ്റ്റിസ് ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹം CDMEA സ്ഥാപക പ്രസിഡൻ്റായി പ്രവർത്തിക്കുക. അപ്പോൾ തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി
KV സൈനുദ്ദീൻ ഹാജിക്ക് അദ്ദേഹം ഒരു അപേക്ഷ നൽകി. തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമി കോളേജ് തുടങ്ങാൻ വിട്ടു നൽകണം. ഇതായിരുന്നു ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി KV സൈനുദ്ദീൻ ഹാജി 23/7/1966 പ്രസ്തുത ഭൂമി ഈ CDMEA മാനേജ്മെൻറ്റിന് പാട്ടത്തിന് നൽകണം എന്ന് വഖഫ് ബോർഡിന് അപേക്ഷ സമർപ്പിച്ചു. നിബന്ധനകൾ മുൻനിർത്തി മാനേജ്മെൻറ്റിന് ഭൂമി നൽകാൻ 17/9/1966 വഖഫ് ബോർഡ് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഉത്തരവനുസരിച്ച് 204/1967 അങ്ങനെയുള്ള ഒരു നമ്പർ പ്രകാരം ജില്ലാ രജിസ്ട്രാർ P. രാധാകൃഷ്ണ മേനോൻ മുൻപാകെ 44.5 രൂപ ഫീസ് അടച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി KV സൈനുദ്ദീൻ ഹാജി 1-ാം നമ്പറുകാരനും CDMEA സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. ഖാലിദ് 2-ാം നമ്പറുകാരനുമായി എഴുതിയ ലീസ് ആധാരപ്രകാരം സർ സയ്യിദ് കോളേജ് നിർമ്മിക്കുകയും 54 വർഷം വാടക നൽകുകയും ചെയ്തിരുന്നു. ഏക്കറിന് 1 വർഷം 5 രൂപ തോതിൽ 125 രൂപ വാടക നിശ്ചയിക്കുകയും 3000 രൂപ മാനുഷം കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് 18/1/2007 മുതൽ 3000 രൂപയും 31/10/2016 മുതൽ 3 ലക്ഷം രൂപയുമാക്കി വർദ്ധിപ്പിച്ചു. 2021 വരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1967 കാലത്ത് മലബാറിൽ ജീവിച്ച് പ്രഗത്ഭനായ നിയമവിദഗ്ധനായി സുപ്രീം കോടതിയിലടക്കം സേവനമനുഷ്ഠിച്ച് ജസ്റ്റിസ് V. ഖാലിദിനെ പോലുള്ള നിയമവിദഗ്ധരും CKP ചെറിയോമുക്കൈ, പിലാക്കണ്ടി ഹുസൈൻ സാഹിബ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ലീസ് ആധാരം നിലവിലെ ലീഗ് നേതാക്കൾ ആയ CDMEA ഇപ്പോഴത്തെ ഭാരവാഹികൾ തള്ളിപ്പറയുകയാണ്. ഇതാണ് പ്രശ്നം. ഹൈക്കോടതി നൽകിയ 12/095/2025 നമ്പർ റിട്ട് ഹർജിയിൽ ലീഗ് നേതൃത്വം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം സർ സയ്യിദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന വസ്തു തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റേതല്ലെന്നും അത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് എന്നുമുള്ള വിചിത്രമായ കണ്ടെത്തലാണ് ഉന്നയിച്ചിരിക്കുന്നത്. പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വഖഫ് ഭൂമികൾ കൈവശപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്ന കാലത്ത് ലീഗിൻ്റെ നേതൃത്വമെടുത്ത ഈ തീരുമാനത്തിൽ അവിടെ വലിയ ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പര വിരുദ്ധ നിലപാടുണ്ടാകുന്നു? BJPയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുമുള്ള നിലപാടുകളെ തുറന്നുകാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അത് BJPക്ക് സഹായകരമായിട്ടാണ് മാറുക എന്ന് കൂടി കാണണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നിലപാടിലുണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യമാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേരെ ED വരുമ്പോൾ അതിനെതിരെയുള്ള നിലപാട് അവരെടുക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ നേരെ ED വരുമ്പോൾ അവർ ആ നിലപാടെടുക്കാറില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഡൽഹിയിൽ തന്നെ കേജ്രിവാളിൻ്റെ കേസെടുത്താലും അതിൻ്റെ തുടർച്ചയായുള്ള നടപടികളെടുത്താലും എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേസിൽ പെടുത്തുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കോൺഗ്രസ്സിൽ നാം കേട്ടിരുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസും സ്വീകരിച്ചൊരു നിലയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെയും ആ നിലയാണ് എടുത്തത്. എന്നാൽ
തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എപ്പോഴും കാണിക്കണം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ആ നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. അതെ, അതായത് അതിൻ്റെ നിയമപോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തണം, എന്നിട്ടൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എവിടെ എത്തുന്നു നോക്കാം. അല്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ. ആ പെറ്റീഷൻ ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. അതിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ അദ്ദേഹവും ഉന്നയിക്കുന്നുണ്ട്. ആ നിയമപ്രശ്നങ്ങൾ ഒറ്റക്കേൾവിയിൽ തള്ളിക്കളയാവുന്നതുമല്ല. അപ്പോൾ അത് പരിശോധിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്ന് പെട്രോൾ പമ്പ് ഉടമയായിരുന്ന പ്രശാന്ത് ഒരു കത്ത് അയച്ചു എന്ന് പറയുന്നു. പിന്നീട് അങ്ങനത്തെ ഒരു കത്ത് വന്നില്ല എന്ന് പറയുന്നു. ആ കത്തിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തുകയോ അതിൽ നടപടി എടുക്കുകയോ ചെയ്തില്ല. പിന്നീടുള്ള ഘട്ടത്തിലാണെങ്കിൽ ADM നവീൻ ബാബുവിന്റെ കേസിൽ സർക്കാർ CBIക്ക് അന്വേഷണത്തിന് എതിരുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്ര വാചാലനായി താങ്കൾ പറഞ്ഞ വിജിലൻസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ അതിൽ നടപടി എടുക്കാതെ? കേരളത്തിലെ പോലീസും അന്വേഷണ സംവിധാനങ്ങളുമൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത്, ഏതെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഏതെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകളുടെ പിന്നാലെ സാധാരണ അന്വേഷണ ഏജൻസികൾ പോകാറുണ്ട്. പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കണ്ടോളൂ, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കൊക്കെ ശുപാർശ തരേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ലല്ലോ കേസെടുക്കുന്നത്. എനിക്കതിൽ അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല. അല്ല, അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് വീഴ്ച എന്നല്ലേ കാണേണ്ടത്. ആ വീഴ്ച കണ്ടാലല്ലേ നടപടി എടുക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇതേവരെ വന്നിട്ടില്ല, അതല്ലേ വസ്തുത. അതെ, അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ കൃത്യമായി വന്നാലുള്ള നടപടിയാണ് ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. PMC എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയായി വേണ്ടൊരു പദ്ധതിയാണ്. പക്ഷേ ഒരു വ്യവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ വിഷമമുണ്ട്, അതാണ് പ്രശ്നം. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കുന്ന NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അത് നടപ്പാക്കണം എന്ന് കേന്ദ്രം നിർബന്ധിക്കുകയാണ്. അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ആ കാര്യത്തിൽ തടസ്സങ്ങളുണ്ട്, അതാണ് പ്രശ്നം. ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതി SFIO അന്വേഷണത്തിൽ അത് തൽക്കാലം വേണ്ടതില്ല, 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. താങ്കളുടെ മകള് കൂടി ആ കുറ്റപത്രത്തിൽ ഉള്ളതാണ്. ആ തലത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ള ഒരു വിധിയാണോ? നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതിനു വേണ്ടി അധികം സമയം കളയണ്ട. എനിക്കിഷ്ടം വേണ്ടേ വേണ്ടത്, ഇപ്പോൾ ഇഷ്ടമല്ലേ വേണ്ടത്. വെറും ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ. അത് അസംബന്ധമായതുകൊണ്ട് തന്നെ, അസംബന്ധത്തിൻ്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അതെ 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 ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അത്തരമൊരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത്. അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ. ഏത്
ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയുടെയോ ഒരു നോട്ടീസ് അയക്കുക എന്നുള്ളത് അല്ല, കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ. ആ നിലപാടുകൾ എടുക്കുന്നതിൽ എന്താ പ്രശ്നം? നമ്മൾ ഏതെല്ലാം കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു, അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ, അത് വരട്ടെ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷിനെ അഭിനന്ദിച്ചതിന്റെ പേരിൽ ഈ നമ്മുടെ IAS വലിയ മോശമായ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് കെ മുരളീധരൻ പറയുന്നു. താങ്കൾ അതല്ലൊരു അങ്ങേയറ്റത്തെ അപക്വമായ മനസ്സുകളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഒരു ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. അവർ സാധാരണഗതിയിൽ അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത്. അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലാലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ളത്. അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്നു എന്ന് ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലല്ലോ. അത് അല്ല, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു നിർത്താൽ പോരെ. അതിനെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം? ഈ വശമാണ് കാണുന്നത്. ഈ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നു. ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല, അവരുദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നു എന്ന് കണ്ടാൽ മതി. ഉണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ പിന്നെ അന്വേഷണത്തിലാണല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. അതും ഇതും രണ്ടാണ്. അത് കൃത്യമായി ചട്ടലംഘനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നേരിടുന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഇവരുടെ ഭാഗത്തുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. സെക്രട്ടറിയേറ്റ് മുമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് CPOമാരുടെ ഒരു സമരം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പോലീസ് സേന 15% വനിതാ പോലീസ് ഉണ്ടാവും, ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം കിട്ടിയത്രേ പോലും ഒരു പ്രാവശ്യം പോസ്റ്റിംഗ് കിട്ടിയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് CPOക്കാരുടെ അവസ്ഥ. അവർ വലിയ പ്രതിഷേധത്തിലാണ്. ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടുമെന്ന്. അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ അവർ അതൃപ്തി രേഖപ്പെടുത്തുകയും നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല. കാരണം ഒഴിവുള്ള സ്ഥാനത്തെ നിയമിക്കാൻ പറ്റും. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒഴിവ് എത്രത്തോളം കണക്കാക്കാൻ പറ്റും അത് മുഴുവൻ കണക്കാക്കി അവർക്ക് നിയമനം നൽകുകയാണ്. അതിലൊരു തരത്തിലുള്ള വീഴ്ചയും സർക്കാർ വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ട്. അതെല്ലാം പിന്നെ നിങ്ങൾ പറയുന്നതല്ലേ. അവരുടെ പരാതികളുടെ ഭാഗമായിട്ട് കാണേണ്ട കാര്യം ഈ കാര്യത്തിൽ ആവശ്യമായ എല്ലാ ഉറപ്പും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അത് നിയമനമായി മാറുന്ന കാര്യത്തിലും ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതിനകത്തൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടാകില്ല. അതേ നില തന്നെ സ്വീകരിച്ചു പോകും. അല്ല, അതിൽ കാണേണ്ട കാര്യം ഈ സാധാരണഗതിയിൽ സുപ്രീം കോടതിക്കെതിരെയുള്ള ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമ്മൾ കാണണം. അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായി എടുത്തൊരു നിലപാടായിരിക്കാമെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ഏതായാലും ആ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ പഴയ ഗവർണർ പോലെയല്ല പുതിയ ഗവർണർ. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ സഹകരിച്ച് പോകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ യഥാർത്ഥ സമയത്ത് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുമല്ലോ. അത് മതി.
ഇനിയും ഒരു വഴിയുണ്ടോ? ഇപ്പോഴത്തെ നിലയിലൊന്നും ഇല്ലല്ലോ. ശരി.